അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2026-27 സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ 2026-27 സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരള ബജറ്റ് മാത്രമല്ല, നമ്മുടെ കേന്ദ്ര ബജറ്റും ഓൾറെഡി തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു PSC പരീക്ഷയുടെ ഒരു ഫോക്കസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കേരള ബജറ്റിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത് ആ ഒരു ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് അല്ലെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു സാമ്പത്തിക വർഷം 2026-27 സാമ്പത്തിക വർഷത്തിലെ കേരള ബജറ്റിൽ നിന്നും ഉള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ കേരള ബജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്ടാ, നമ്മുടെ ബാലഗോപാൽ ആണല്ലേ. നമ്മുടെ നിലവിലെ ധനകാര്യ മന്ത്രിയായിട്ടുള്ള ബാലഗോപാലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദെൻ നിലവിലെ മന്ത്രിസഭയുടെ ഏറ്റവും അവസാനത്തെ ബജറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു ബാലഗോപാൽ അവതരിപ്പിച്ച 6ാമത്തെ ബജറ്റ് ആണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ ബാലഗോപാൽ അവതരിപ്പിച്ച എത്രാമത്തെ ബജറ്റാണ്? 6ാമത്തെ ബജറ്റാണ്. ദെൻ അത് മാത്രമല്ല, ഈ ഒരു നിലവിലെ മന്ത്രിസഭയുടെ ഏറ്റവും അവസാനത്തെ ബജറ്റ്, കാരണം ഇനിയിപ്പോൾ എന്താണ് അവരുടെ കാലാവധി കഴിയുകയാണ്, പുതിയ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. സോ അവരുടെ ഏറ്റവും അവസാനത്തെ ബജറ്റ്, ആ മന്ത്രിസഭയുടെ അവസാനത്തെ ബജറ്റ് ആണ് അവതരിപ്പിച്ചു കഴിഞ്ഞത്. സോ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ എന്തായാലും ഇവിടെ ബാലഗോപാൽ എന്ന് പറയുന്ന നമ്മുടെ ധനകാര്യ മന്ത്രിയുടെ പേര് മെൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം കൂടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോട്ട് ചെയ്തിട്ട് പോവാം. അപ്പൊ അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ് കേട്ടോ. ഇപ്പോൾ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മുടെ 2026 നടക്കാനുള്ള പ്രധാനപ്പെട്ട എക്സാമുകളാണ് വെബ്കോ LD, ദെൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ. സോ ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റെക്കോർഡ് ക്ലാസ് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 1499 രൂപയ്ക്കാണ് ഞങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ളത്. ദെൻ 1499 എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഫീച്ചേഴ്സിനൊന്നും യാതൊരു കുറവുകളും ഇല്ല. ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് 200 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ദെൻ മോഡൽ എക്സാമുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും, ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും. ദെൻ ഇതിന്റെ ഒക്കെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും, ദെൻ മെന്റർ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് 1499 എന്ന് പറയുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഞങ്ങൾ നൽകുന്നത്. ദെൻ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാവും, അതുവഴി പർച്ചേസ് ചെയ്യാം. ദെൻ കോഴ്സിന്റെ വാലിഡിറ്റി ലൈഫ് ടൈം ആണ്. സോ ഈ ഒരു ചാൻസ് എന്തായാലും മിസ്സാക്കണ്ട. അപ്പൊ നമ്മുടെ ആ ഒരു ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യത്തേത് വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ഓൾറെഡി തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, IT പ്രൊഫഷണലുകൾക്കും മറ്റുമൊക്കെ അവരുടെ വീടിനടുത്ത് തന്നെ വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രകാരം എന്ത് ചെയ്യുകയാണ്, ഒരു 200 കേന്ദ്രങ്ങൾ കൂടി പുതുതായിട്ട് എന്ത് ചെയ്യും, സ്ഥാപിക്കും. അതായത് 200 വർക്ക് നിയർ ഹോം സെന്ററുകൾ സ്ഥാപിക്കും എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഏകദേശം 150 കോടിയോളം മാറ്റി വെച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ധനകാര്യ മന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള കൊട്ടാരക്കരയിലാണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പ്രഖ്യാപനം ഇതാണ്, വർക്ക് നിയർ ഹോം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട 200 വർക്ക് നിയർ ഹോം കേന്ദ്രങ്ങൾ കൂടി സ്ഥാപിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രഖ്യാപനം. ആദ്യത്തെ വർക്ക് നിയർ ഹോം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊട്ടാരക്കരയിലാണ് നിലവിൽ വന്നത് എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കേരള കലാകേന്ദ്രങ്ങൾ എന്ത് ചെയ്യും, സ്ഥാപിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രഖ്യാപനമാണ്, കേരള കലാകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നമുക്കറിയാം നമ്മുടെ കേരളത്തിന് വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഒരു ഹെറിറ്റേജ് ഉണ്ടല്ലോ, ഒരു പൈതൃകം ഉണ്ടല്ലേ. അതായത് ഒരുപാട് ആയോധന കലകൾ, അല്ലാത്ത കലകൾ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരു സംസ്കാരമുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. സോ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, കേരള കലാകേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായിട്ട് പോകുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്നതൊക്കെ ഒരു സ്ഥിരം വേദിയാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന കലാരൂപങ്ങൾ അല്ലെങ്കിൽ ആയോധന കലകളൊക്കെ പ്രദർശിപ്പിക്കാനുള്ള ഒരു സ്ഥിരം വേദിയായാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കേരള കലാകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ദെൻ ആദ്യഘട്ടത്തിൽ, അതായത് ആദ്യത്തെ ഒരു കേരള കലാകേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്താണ് കേട്ടോ. ആദ്യം തിരുവനന്തപുരം, ദെൻ അതിനുശേഷം കൊച്ചി, അതുപോലെ തന്നെ കോഴിക്കോട്. സോ ഈ 3 സ്ഥലങ്ങളിലാണ് ആദ്യ ഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, കേരള കലാകേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നത്. സോ സിമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കുക, കേരള കലാകേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ഥിരം വേദികളാണ്. അതായത് നമ്മുടെ കലാരൂപങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്ഥിരം വേദികളാണ് കേരള കലാകേന്ദ്രങ്ങൾ. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്ത്, പിന്നീട് കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ എന്ത് ചെയ്യും, സ്ഥാപിക്കും എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ഗിഗ് ഹബ്ബുകൾ സ്ഥാപിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഗിഗ് തൊഴിലാളികൾ അല്ലെ, അപ്പൊ അവരുടെ ക്ഷേമത്തിനും സൗകര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഗിഗ് ഹബ്ബുകൾ എന്ത് ചെയ്യുകയാണ്, സ്ഥാപിക്കാനായിട്ട് പോവുകയാണ്. അവർക്ക് അവിടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. സോ അത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു, ഗിഗ് ഹബ്ബുകൾ സ്ഥാപിക്കുക എന്നുള്ളത്. ദെൻ അത് മാത്രമല്ല അവർക്ക് എന്ത് ചെയ്യാനുണ്ട്, അവരെ ക്ഷേമനിധിയിൽ അംഗമാകാനുള്ള സൗകര്യം
സൗകര്യവും എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗിഗ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ക്ഷേമനിധിയിൽ അംഗമാകാനുള്ള സൗകര്യവും എന്ത് ചെയ്യും, ഒരുക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു. ദെൻ അതുപോലെ തന്നെ റിട്ടയർമെന്റ് ഹോമുകൾ സജ്ജമാക്കാൻ സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും സർക്കാർ സബ്സിഡി നൽകും. അപ്പോൾ എന്താണ്, റിട്ടയർമെന്റ് ഹോമുകൾ സജ്ജമാക്കാനായിട്ട് സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും സർക്കാർ സബ്സിഡി നൽകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിച്ചൊരു ബജറ്റ് ആയിരുന്നു ഇത്. ദെൻ ഈ ഒരു ബജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വയോജന ബജറ്റ് കേട്ടോ, ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണടാ, നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ബജറ്റിൽ വയോജന ബജറ്റ് അവതരിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. കാരണം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു വയോജന കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. ദെൻ വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു ബില്ല് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. സോ അതൊക്കെ ഓൾറെഡി തന്നെ PSC ചോദിച്ചതാണ് ഈ ഒരു വയോജന കമ്മീഷന്റെ കാര്യമൊക്കെ. സോ വയോജനങ്ങളുടെ ക്ഷേമം മുന്നിൽ കണ്ടുകൊണ്ട് എന്താണ് വയോജന ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്, കേരളമാണ്. സോ അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ്, ക്ഷയരോഗബാധിതരുടെ പ്രതിമാസ പെൻഷൻ 1000 രൂപ വർദ്ധിപ്പിച്ചു. സോ ഇവിടെ ഒരുപാട് പേർക്ക് ആശാ വർക്കർമാർക്കായാലും അല്ലെങ്കിൽ അംഗനവാടി വർക്കർമാർക്കായാലും ഹെൽപ്പർമാർക്ക് തുടങ്ങിയ ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ശമ്പള പരിഷ്കരണം ഈ ഒരു ബജറ്റിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ്, ക്ഷയരോഗബാധിതരുടെ പ്രതിമാസ പെൻഷൻ എത്ര രൂപയായിട്ട് വർദ്ധിപ്പിച്ചു, 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. സോ ഈ 1000 രൂപ വർദ്ധിക്കുന്ന സമയത്ത് അവർക്ക് ഇനി മുതൽ ലഭിക്കാൻ പോകുന്ന പെൻഷൻ എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും, 2000 രൂപയായിരിക്കും. ഓൾറെഡി തന്നെ അവരുടെ പെൻഷൻ 1000 രൂപയാണ്. അപ്പൊ ഈ ഒരു 1000 രൂപയും കൂടെ വർദ്ധിക്കുമ്പോൾ അവരുടെ പെൻഷൻ എത്രയാണ്, 1000 രൂപയും കൂടെ കൂടി 2000. സോ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ്, ക്ഷയരോഗബാധിതരുടെ പ്രതിമാസ പെൻഷൻ എത്രയാക്കി, 1000 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയിൽ എത്തിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് 20 ലക്ഷമായിട്ട് ഉയർത്തും. അപ്പൊ എത്രയാണ്, അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് 20 ലക്ഷമായിട്ട് ഉയർത്തും. സോ ഈ ഒരു കാര്യം, ഒരു പരിഷ്കരണം കൊണ്ടുവരുന്നു എന്നുള്ളൊരു കാര്യം ബജറ്റിൽ ഉണ്ട് എങ്കിൽ, സപ്പോസ് ഒരു പദ്ധതിക്ക് നൽകുന്ന വിഹിതമോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് മറ്റ് ആനുകൂല്യങ്ങളോ വർദ്ധിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ മുൻപ് എത്രയായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരുപാട് തവണ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് 20 ലക്ഷമായിട്ട് ഉയർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുൻപ് എത്രയായിരുന്നു, 10 ലക്ഷമായിരുന്നു. അപ്പൊ ഇതിന് മുൻപ് 10 ലക്ഷമായിരുന്നു, ഇപ്പോൾ എത്രയാക്കി ഉയർത്തി, 20 ലക്ഷമായിട്ട് ഉയർത്തി. ദെൻ മറ്റൊന്ന് ഹരിതകർമ്മസേന, ദെൻ സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ, ദെൻ ക്ഷേമനിധിയിൽ അംഗമായ ലോട്ടറി തൊഴിലാളികൾ, ഇവർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബജറ്റിൽ 3 പോയിന്റ് ആയിട്ട് കൊടുത്തിരുന്ന കാര്യമാണ്. നമ്മൾ ഒറ്റ പോയിന്റിൽ അങ്ങ് പഠിച്ചു വെച്ചേക്കടാ. അതായത് ഹരിതകർമ്മ സേനാംഗങ്ങള്, ദെൻ സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ടാക്സി തൊഴിലാളികള്, ദെൻ ക്ഷേമനിധിയിൽ അംഗമായ ലോട്ടറി തൊഴിലാളികള്, ഇവർക്ക് എല്ലാവർക്കും എന്ത് നൽകും, ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ്. സോ ഇത്തരത്തിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ, ഒരുപാട് എന്താണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടായാലും അല്ലെങ്കിൽ ഇൻഷുറൻസ് പരമായിട്ടായാലും ഇങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉള്ള ഒരു ബജറ്റ് ആയിരുന്നു 2026-27 വർഷത്തെ കേരള ബജറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. കുറെ പുതിയ പ്രഖ്യാപനങ്ങളുണ്ട്. പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കാര്യമായിട്ട് എന്ത് ചെയ്യണം, അതൊക്കെ നോക്കി വെക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടിയുണ്ട്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ടത് സ്കൂൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ ഒരു ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞല്ലേ, ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ മറ്റൊരു ഇൻഷുറൻസ്, അതായത് 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. സോ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. സപ്പോസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഇപ്പൊ 2026-27 ബജറ്റ് പ്രകാരം എത്ര ക്ലാസ്, ഏത് ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ പറയുന്ന അപകട ലൈഫ് ഇൻഷുറൻസ് നടപ്പാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. സോ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുന്നത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം എന്ത് ചെയ്യും, സൗജന്യമാക്കും. സോ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന 2 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ. ഒന്നെന്ന് പറയുന്നത് എന്താണ്, 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ കുട്ടികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. ദെൻ അതുപോലെ തന്നെ എന്താണ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം എന്ത് ചെയ്യും, സൗജന്യമാക്കും. സോ ഡിഗ്രി വിദ്യാഭ്യാസം ഇനി മുതൽ എന്ത് ചെയ്യും, സൗജന്യമാക്കും എന്നുള്ളത് മറ്റൊരു പ്രഖ്യാപനം. ദെൻ നമുക്കറിയാം മെഡിസപ്പ് അല്ലെ, നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് മെഡിസപ്പ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അതിന്റെ കവറേജ് 5 ലക്ഷം ഒക്കെ ആയിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. തന്നെ അതിന്റെ പ്രീമിയത്തിലുള്ള ചേഞ്ചുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസിനും അതുപോലെ തന്നെ പെൻഷനായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുമാണ് ഈ പറയുന്ന മെഡിസപ്പ് എന്ന് പറയുന്ന ഇൻഷുറൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ മെഡിസപ്പിന്റെ മാതൃകയിൽ മറ്റൊരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കും എന്ന് ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഗവൺമെന്റ് ജീവനക്കാർക്കല്ല, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും അതുപോലെ
തന്നെ എന്താണ് ഈ സഹകരണ സ്ഥാപനങ്ങളിലെയും കേട്ടോ. അപ്പോൾ ഈ സഹകരണ സ്ഥാപനങ്ങളിലെയും ദെൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും നിലവിലെ ജീവനക്കാർക്കും ഓൾറെഡി തന്നെ പെൻഷനായ ആൾക്കാർക്കും വേണ്ടിയിട്ട് മെഡിസെപ്പിന്റെ മാതൃകയിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കും എന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. സോ മെഡിസെപ്പ് ആർക്ക് വേണ്ടിയിട്ടാണ്, ദെൻ ബദലായിട്ട് അതിന്റെ അതേ സമാനമായ രീതിയിൽ മറ്റൊരു പദ്ധതി വരികയാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കുക. മെഡിസെപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാരായിരുന്ന പെൻഷനായവർക്കും വേണ്ടിയിട്ടാണ് മെഡിസെപ്പ്. ദെൻ ഈ പറയുന്ന ഇപ്പോൾ പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ പദ്ധതി ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എന്താണ് ജീവനക്കാർക്കും പെൻഷനായവർക്കും ദെൻ അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പെൻഷനായവർക്കും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെഡിസെപ്പിന്റെ മാതൃകയിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം. അതായത് നമുക്ക് സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് റോഡ് അപകടങ്ങളിൽ പെട്ട് ഒരുപാട് ആൾക്കാർ ചികിത്സയുമായിട്ടൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന കാര്യങ്ങൾ അല്ലെ. അപ്പോൾ റോഡ് അപകടത്തിൽ പെടുന്നവർക്കായിട്ട് ലൈഫ് സേവർ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബജറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്റ്റാർ ചെയ്ത് വെച്ച് പഠിക്കേണ്ട ഒരു പദ്ധതിയാണ് ലൈഫ് സേവർ പദ്ധതി എന്ന് പറയുന്നത്. അതായത് റോഡ് അപകടത്തിൽ പെടുന്നവർക്കായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ്. സോ ഈ ഒരു പദ്ധതി പ്രകാരം റോഡ് അപകടത്തിൽ പെട്ടവർക്ക് ആദ്യത്തെ 5 ദിവസം എന്ത് ചെയ്യും, ചികിത്സ സൗജന്യമാണ്. അപ്പൊ ആദ്യത്തെ 5 ദിവസം എന്താണ്, ചികിത്സ സൗജന്യമാണ്. പക്ഷെ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൂടി പറഞ്ഞേക്കാം. റോഡ് അപകടത്തിൽ പെടുന്നവർക്കായിട്ട് ലൈഫ് സേവർ പദ്ധതി അല്ലെങ്കിൽ എന്താണ്, സപ്പോസ് ഇങ്ങനെയാണ് ചോദ്യം, റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുന്നതിനായിട്ട് കേരള സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, ലൈഫ് സേവർ പദ്ധതി. ദെൻ ഇപ്പോ ഈ ഒരു നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്താണ് കുറച്ച് കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയൊരു ഡൗട്ട് ആളുകൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ SIR ഫോം ഒക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞത്, ദെൻ അതുപോലെ തന്നെ പൗരത്വ നിയമം ഇടയ്ക്ക് ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുള്ളപ്പം ആളുകളൊക്കെ കുറച്ച് ആശങ്കാകുലരാണ്. സോ അവരുടെ ആ ഒരു ആശങ്ക അകറ്റാനായിട്ട് കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും എന്ത് ചെയ്യും, നേറ്റിവിറ്റി കാർഡ് നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ബജറ്റില് നേറ്റിവിറ്റി കാർഡ് നൽകാനായിട്ട് കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും നേറ്റിവിറ്റി കാർഡ് നൽകാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. സോ അതുകൂടി ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഈ ഒരു ബജറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സ്മാരകങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. അപ്പോൾ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്മാരകങ്ങൾ പ്രഖ്യാപിച്ചു. അത്തരത്തിൽ പ്രഖ്യാപിച്ചൊരു പ്രധാനപ്പെട്ട സ്മാരകമാണ് കാവാരിക്കുളം കണ്ടൻ കുമാരൻ പഠന കേന്ദ്രം. അപ്പൊ എന്ത് ചെയ്യാണ്, കാവാരിക്കുളം കണ്ടൻ കുമാരൻ പഠന കേന്ദ്രം സ്ഥാപിക്കും. സോ അങ്ങനെ ഒരു സെന്റൻസ് ആയിട്ട് പറഞ്ഞു പോകാൻ എന്റെ മനസ്സ് എന്തായാലും അനുവദിക്കുന്നില്ല. സോ ആരാണ് ഈ ഒരു കാവാരിക്കുളം കണ്ടൻ കുമാരൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. നമ്മൾ എന്തായാലും കേരള ബജറ്റാണ് പഠിക്കുന്നത്. ആ കേരള ബജറ്റിൽ ഒരാളെ പറ്റി പരാമർശമുണ്ട് എങ്കിൽ അത് ആരാണ് എന്ന് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ്. സോ കാവാരിക്കുളം കണ്ടൻ കുമാരൻ എന്ന് പറയുന്നത് കേരള ചരിത്രത്തിലെ അറിയപ്പെടുന്ന ഒരു നവോത്ഥാന നായകനാണ്. അപ്പോൾ ഇദ്ദേഹം പ്രധാനമായിട്ടും ഈ പറയുന്ന എന്താണ് ഏറ്റവും അധസ്ഥിതരായ ഒരു വിഭാഗമാണ് സാംബവ വിഭാഗം അല്ലെങ്കിൽ പറയ വിഭാഗം എന്ന് പറയുന്നത്. സോ അവരുടെ ഉന്നമനത്തിനായിട്ടും വിദ്യാഭ്യാസത്തിനുമായിട്ടൊക്കെ പ്രവർത്തിച്ച ഒരു നവോത്ഥാന നായകനാണ് ഈ പറയുന്ന കാവാരിക്കുളം കണ്ടൻ കുമാരൻ എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട്. 1915 ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാവുന്നത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അയ്യൻകാളി കഴിഞ്ഞാൽ ഈ പറയുന്ന ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ഈ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. അത് ഏറ്റവും കൂടുതൽ കാലം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന പിന്നോക്ക വിഭാഗത്തിലെ വ്യക്തി എന്ന് പറയുന്നത് അയ്യങ്കാളിയാണ്. ദെൻ അയ്യങ്കാളി കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും ഏറ്റവും കൂടുതൽ കാലം ഈ ഒരു ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ പിന്നോക്ക വിഭാഗത്തിലെ വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന കാവാരിക്കുളം കണ്ടൻ കുമാരനാണ്. ദെൻ സോ അങ്ങനെയുള്ള കണ്ടൻ കുമാരനോടുള്ള ആദരസൂചകമായിട്ട് ഒരു പഠന കേന്ദ്രം സ്ഥാപിക്കും. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. കുറച്ചും കൂടി എക്സാക്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ നേമത്താണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥാപിക്കുക, ദെൻ നേമത്താണ് സ്ഥാപിക്കുക. ദെൻ അദ്ദേഹത്തെ പറ്റിയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ പറയുന്ന കാവാരിക്കുളം കണ്ടൻ കുമാരനാണ് ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന പറയ സംഘം. അപ്പൊ എന്താണ് ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന പറയ സംഘം. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ എന്ന് നമുക്ക് തോന്നാമെങ്കിലും വളരെ എളുപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന പറയ സംഘം എന്ന് പറയുന്നത് സ്ഥാപിച്ചത് ഈ പറയുന്ന കാവാരിക്കുളം കണ്ടൻ കുമാരനാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ദെൻ സ്വാഭാവികമായിട്ടും പറയണ്ടല്ലോ ഏത് വിഭാഗത്തിന് വേണ്ടിയിട്ടാണെന്ന്. ഇതിൽ തന്നെ പറയുന്നുണ്ട് പറയ വിഭാഗത്തിലായിട്ട് അഥവാ എന്താണ് സാംബവ വിഭാഗത്തിന് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിനായിട്ടാണ് ഈ ഒരു സംഘടന എന്ത് ചെയ്തത്, അദ്ദേഹം സ്ഥാപിച്ചത്. ദെൻ ഇദ്ദേഹത്തിന്റെ ജനനം 1863 ഒക്ടോബർ 25. 1863
ഒക്ടോബർ 25-നാണ് ഈ പറയുന്ന എന്താണ് കാവാരിക്കുളം കണ്ടൻകുമാരൻ ജനിച്ചതെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ദെൻ അദ്ദേഹം മരിച്ചത് 1934 ഒക്ടോബർ 16 1934 ഒക്ടോബർ 16 അദ്ദേഹം അന്തരിച്ചു. സോ ഈ ഒരു കാവാരിക്കുളം കണ്ടൻകുമാരനുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർത്തു വയ്ക്കുക. ഈ കാര്യങ്ങളൊന്നും ബജറ്റിൽ പരാമർശിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു നവോത്ഥാന നായകനെ ബജറ്റിൽ പരാമർശിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഡിഗ്രി ലെവലുള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതൊന്ന് നോക്കിയിട്ട് ഈ വ്യക്തിയെ പറ്റി ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. കാരണം ഒരുപാട് ചരിത്ര രേഖകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന കാവാരിക്കുളം കണ്ടൻകുമാരൻ. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഇദ്ദേഹം അയ്യങ്കാളിയുടെയൊക്കെ ആ ഒരു ജനറേഷൻ ടൈമിൽ നിന്നത് കൊണ്ടാവാം അധികമൊന്നും എന്ത് ചെയ്യാതെ പോയത്, ശ്രദ്ധിക്കപ്പെടാതെ പോയത്. സോ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, 1915 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അദ്ദേഹത്തിന്റെ സംഘടന എന്ന് പറയുന്നത് ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന പറയ സംഘം. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി മറ്റൊന്ന് അയ്യാ വൈകുണ്ഠ സ്വാമി സ്മാരകമാണ്. നമുക്കറിയാം അയ്യാ വൈകുണ്ഠം എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അല്ലെ. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കൃത പ്രസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്ന എന്താണ് പ്രസ്ഥാനം എന്ന് പറയുന്നത് സമത്വ സമാജമാണ് അല്ലെ. അത് സ്ഥാപിച്ചത് ഈ പറയുന്ന വൈകുണ്ഠ സ്വാമിയാണ്. ദെൻ അദ്ദേഹം അറിയപ്പെടുന്നത് മുടിചൂടൻ പെരുമാൾ, മുത്തുക്കുട്ടി, സമ്പൂർണ്ണദേവൻ, സ്വയം മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന വൈകുണ്ഠസ്വാമിയാണ്. ദെൻ തൈക്കാട് അയ്യയുടെ ഗുരുവാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ദെൻ അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അയ്യാ വൈകുണ്ഠ സ്വാമിയാണ് എന്ത് ചെയ്തത്, നമ്മുടെ തിരുവിതാംകൂർ ഭരണത്തെ എന്തെന്ന് വിശേഷിപ്പിച്ചത്, കറുത്ത പിശാച് എന്ന് വിശേഷിപ്പിച്ചത്. ദെൻ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും ഇതേ എന്താണ് വൈകുണ്ഠസ്വാമി തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു സമത്വ സമാജം എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കൃത പ്രസ്ഥാനം സ്ഥാപിച്ചത് ഈ പറയുന്ന വൈകുണ്ഠസ്വാമിയാണ്. ദെൻ അദ്ദേഹം അയ്യാ വഴി എന്ന് പറയുന്ന മതം സ്ഥാപിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സിലബസ് പ്രകാരം പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ അയ്യാ വൈകുണ്ഠ സ്വാമി സ്മാരകം സ്ഥാപിക്കാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബജറ്റിൽ പരാമർശിച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മുസാവരി ബംഗ്ലാവ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. കൊല്ലം ജില്ലയിലുള്ള എന്താണ് മുസാവരി ബംഗ്ലാവ് മഹാത്മാഗാന്ധി പബ്ലിക് ലൈബ്രറിയും ഗാന്ധി സ്മാരകവുമാക്കാനായിട്ട് ഈ ഒരു ബജറ്റിൽ പരാമർശിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുസാവരി ബംഗ്ലാവ് കൊല്ലം ജില്ലയിലാണ്, കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കരയിലാണ്. അപ്പൊ അത് എന്തായിട്ട് മഹാത്മാഗാന്ധി പബ്ലിക് ലൈബ്രറിയും ഗാന്ധി സ്മാരകവും ആക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു ബംഗ്ലാവിനെ എന്താക്കാനായിട്ട് മഹാത്മാഗാന്ധി പബ്ലിക് ലൈബ്രറിയും ഗാന്ധി സ്മാരകവും ആക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണണം അല്ലെ. നമുക്കറിയാം നമ്മുടെ മഹാത്മാഗാന്ധി ഏറ്റവും അവസാനമായിട്ട് കേരളത്തിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1937 അല്ലെ. 1937 എന്താണ് എന്ത് ചെയ്തത്, മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ കേരള സന്ദർശനം എന്ന് പറയുന്നത്. അത് എന്തിന്റെ ഭാഗമായിട്ടായിരുന്നു, ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്ത് ചെയ്തത്, അവസാനമായിട്ട് മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചത്. അങ്ങനെ കേരളം സന്ദർശിക്കുന്ന സമയത്ത്, അതായത് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ പരിപാടിക്ക് മുൻപ് അദ്ദേഹം തങ്ങിയ ബംഗ്ലാവാണ് ഈ പറയുന്ന മുസാവരി ബംഗ്ലാവ് എന്ന് പറയുന്നത്. സോ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മഹാത്മാഗാന്ധി പബ്ലിക് ലൈബ്രറിയും ഗാന്ധി സ്മാരകവും കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഇനി കുറച്ചും കൂടി എക്സാക്ട് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന 1937 ജനുവരി 21 കൊട്ടാരക്കരയിലെ തൃക്കണ്ണമംഗൽ ശ്രീകൃഷ്ണ ക്ഷേത്രം. അപ്പൊ ആ ക്ഷേത്രവും ദെൻ കടലായി മന എന്ന് പറയുന്ന ആ ഒരു മനയുണ്ട്, അവരുടെ ഉടമസ്ഥതയിലുള്ള മറ്റു ക്ഷേത്രങ്ങളും എന്ത് ചെയ്യുക, സാധാരണക്കാർക്ക് തുറന്നു കൊടുക്കുക. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മഹാത്മാഗാന്ധി എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കൊട്ടാരക്കരയിൽ എത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എത്തുന്ന സമയത്താണ് ഈ ഒരു മുസാവരി ബംഗ്ലാവിൽ അദ്ദേഹം താമസിക്കുന്നത്. ദെൻ മഹാത്മാഗാന്ധിയുടെ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ പൊതുപരിപാടി എന്ന് പറയുന്നതും ഈ പറയുന്ന ആ ഒരു ക്ഷേത്ര തുറന്നു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു. സോ ഈ ഒരു പരിപാടിക്ക് ശേഷം കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ അദ്ദേഹം എന്ത് ചെയ്യുന്നു, മടങ്ങി പോവുകയും ചെയ്യുകയാണ്. സോ മഹാത്മാഗാന്ധിയുടെ അവസാന സന്ദർശനം നടത്തിയ മുസാവരി ബംഗ്ലാവ് എന്തായിട്ട് മാറുന്നു, മഹാത്മാഗാന്ധി പബ്ലിക് ലൈബ്രറിയും ദെൻ ഗാന്ധി സ്മാരകവും ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി അടുത്തത്, രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലബ്ബുകൾക്ക് പ്രതിവർഷം 10,000 രൂപ പ്രവർത്തന ഗ്രാന്റ് നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചു. നമുക്കറിയാം ഒരു നാടിന്റെ പ്രവർത്തനത്തിൽ ക്ലബ്ബുകൾ വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം അത് ഞാൻ പറയുന്നത് എല്ലാ ക്ലബ്ബുകളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഗ്രാമത്തിന്റെ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ക്ലബ്ബുകളെ കുറിച്ചാണ്. സോ അത്തരത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലബ്ബുകൾക്ക് പ്രതിവർഷം 10,000 രൂപ പ്രവർത്തന ഗ്രാന്റ് നൽകുന്ന ഒരു പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം, സ്റ്റേറ്റ് ഫോഡർ ഡാമും മോഡൽ ഡയറി യൂണിറ്റും നെട്ടുകാൽ തേരിയിൽ എന്ത് ചെയ്യും, സ്ഥാപിക്കും. എന്താണ് സ്റ്റേറ്റ് ഫോഡർ ഡാമും മോഡൽ ഡയറി യൂണിറ്റും. അപ്പൊ ഈ നെട്ടുകാൽ തേരി എന്ന് പറയുന്നത് എവിടെയാണ്, ട്രിവാൻഡ്രത്താണ്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയാണ് ഒരു തുറന്ന ജയിൽ പ്രവർത്തിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ഇതിന് സമീപത്തായിട്ടാണ് സ്റ്റീവ് ഇർവിൻ ക്രൊക്കോഡൈൽ പാർക്ക് ഉള്ളത്. ദെൻ അതിന് സമീപമായിട്ട് എന്താണ് ഒരു മാൻ പാർക്ക്, ദെൻ നെയ്യാർ ഡാമിന്റെ ഒക്കെ എന്താണ് പരിസര പ്രദേശമാണ് ഈ പറയുന്ന നെട്ടുകാൽ തേരി എന്ന് പറയുന്നത്. സോ അവിടെ സ്റ്റേറ്റ് ഫോഡർ ഡാമും മോഡൽ ഡയറി യൂണിറ്റും എന്ത് ചെയ്യും, സ്ഥാപിക്കും എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്.
ദെൻ അതുപോലെ തന്നെ ക്ലീൻ പമ്പ പദ്ധതി. ഇപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ക്ലീൻ പമ്പ പദ്ധതി എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? പമ്പാ നദിയുടെ എന്തായിട്ട് ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് ക്ലീൻ പമ്പ എന്ന് പറയുന്നത്. പമ്പാ നദി നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ നദിയാണ് പമ്പാ നദി എന്ന് പറയുന്നത്. നമ്മുടെ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പമ്പാ നദി വൃത്തിയാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയായിട്ട് ക്ലീൻ പമ്പ പദ്ധതി എന്ത് ചെയ്യും? പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദെൻ കേരളത്തിൽ പുതുതായിട്ട് 2 മിനി ഭക്ഷ്യ പാർക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാപിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റാർ ചെയ്ത് വെച്ച് പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റാർ ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാർ ചെയ്ത് തന്നെ വയ്ക്കുക. കാരണം നമ്മുടെ ഈ ഒരു ബജറ്റ് സ്പീച്ച് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു 200-221 പേജുകളുള്ള ഒരു ബൃഹത്തായ കുറച്ച് അത്യാവശ്യം വലുതായ ഒരു കാര്യമാണ് ഈ ഒരു കേരള ബജറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. സോ അതിൽ നിന്നും നമുക്ക് വേണ്ടത് എന്താണ് എന്ന് മാർക്ക് ചെയ്താണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടെ സംഗ്രഹമായിട്ടുള്ള രൂപമാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അതിൽ ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4-5 വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഒരു 4 പോയിന്റ് ആയിട്ടായിരിക്കും കൊടുക്കുക. പക്ഷെ നമ്മൾ അത് ഒറ്റ പോയിന്റിൽ അങ്ങ് പഠിക്കും. സോ അങ്ങനെ കുറച്ച് ഷോർട്ട് ആക്കിയാണ് തരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും എളുപ്പമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ നോക്കിക്കോളുക, പുതിയ 2 മിനി ഭക്ഷ്യ പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചെറുതോണിയിലാണ്. ചെറുതോണി അറിയാലോ, ഇടുക്കി ജില്ലയിലാണ് അല്ലെ. ഒന്ന് ഇടുക്കി ജില്ലയിലാണ്. ദെൻ കുന്നുകര എന്ന് പറയുന്നത് എറണാകുളമാണ് കേട്ടോ. എറണാകുളം ജില്ലയിലാണ് കുന്നുകര. സോ ഇടുക്കി ജില്ലയിലെ ചെറുതോണിയിലും ദെൻ എറണാകുളം ജില്ലയിലെ കുന്നുകരയിലും എന്ത് ചെയ്യും? പുതിയ 2 മിനി ഭക്ഷ്യ പാർക്കുകൾ സ്ഥാപിക്കും എന്നൊരു മറ്റൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് മിഷൻ 1 lakh. അപ്പോൾ മിഷൻ 1 lakh എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 1 ലക്ഷം നാനോ സൂക്ഷ്മ സംരംഭങ്ങൾക്ക് സാമ്പത്തിക സാങ്കേതിക പിന്തുണ നൽകി നവീകരിക്കുന്നതിനും അതിലൂടെ കുറഞ്ഞത് 1 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവ് കൈവരിക്കുന്നതിലേക്ക് അവയെ ഉയർത്തുന്നതിനുമായിട്ട് ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് മിഷൻ 1 lakh എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞേ? 1 ലക്ഷം നാനോ സൂക്ഷ്മ സംരംഭങ്ങൾക്ക് എന്ത് ചെയ്യുക? സാമ്പത്തിക സാങ്കേതിക പിന്തുണ നൽകി അത് നവീകരിക്കുകയും അതിലൂടെ 1 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവ് കൈവരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? മിഷൻ 1 lakh എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം കൊട്ടാരക്കരയിൽ എന്ത് ചെയ്യുന്നു? പുതിയ ഒരു ഇന്റഗ്രേറ്റഡ് IT കം ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കും. ഇതാണ് കൊട്ടാരക്കരയിൽ പുതിയ ഒരു ഇന്റഗ്രേറ്റഡ് IT കം ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കും എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ്? 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഓൾറെഡി തന്നെ ഉള്ളതാണ്. സോ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള യൂണിറ്റ് മാൾ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. യൂണിറ്റി മാൾ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ട്രിവാൻഡ്രത്താണ് അല്ലെ. സോ ഈ ഒരു 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന യൂണിറ്റി മാളിന്റെ പൂർത്തീകരണത്തിനായിട്ട് 6 കോടി രൂപ വകയിരുത്തി. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു കണ്ടന്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള യൂണിറ്റി മാള് നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. സോ അതിപ്പോൾ ഉടനെ തന്നെ പൂർത്തീകരിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു 6 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സോ അത് കംപ്ലീറ്റ് ആവുന്ന മുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്യും. ഇനി അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മോഡേണൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റൈൽ രംഗത്തെ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മോഡേണൈസേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദെൻ IT മേഖലയിലും കാര്യമായുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊതുവെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ എല്ലാ മേഖലകളിലും കാര്യമായുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും IT മേഖലയിലും അതുപോലത്തെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് പൊതുവെ ബജറ്റ്, ദെൻ ഈ പറയുന്ന പത്മ അവാർഡ്സ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും ഒരു എന്താ പറയുക ഒരു ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം. അങ്ങനെ ഒരു ബോറിംഗ് തോന്നിയാലും നിങ്ങൾ കംപ്ലീറ്റ് കാണുക, കംപ്ലീറ്റ് ചെയ്യുക. കാരണം ബജറ്റ് എന്ന് പറയുമ്പോൾ ഇത് പ്രഖ്യാപിച്ചു, അത് പ്രഖ്യാപിച്ചു ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഒരു റെപ്പറ്റീഷൻ നമുക്ക് ഫീൽ ചെയ്യും, സ്വാഭാവികമായിട്ടും ഫീൽ ചെയ്യും. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ആ പദ്ധതികളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങളൊന്ന് മുഴുവൻ കാണുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന പത്മ അവാർഡ്സ് നമ്മൾ കാണുന്ന സമയത്തായാലും അവിടെ നമ്മൾ ഓരോ വ്യക്തികളെ പറ്റിയും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി ഈ രംഗം, ആ വ്യക്തി ഈ രംഗം, ഇങ്ങനെ നമ്മൾ കുറെ വ്യക്തികളാകുമ്പോഴത്തേക്കും അത് നമുക്ക് ബോറിംഗ് ആണ്. പക്ഷെ എത്രത്തോളം ബോറടിച്ചാലും അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള വാശിയോടുകൂടി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ IT മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുന്നത് IT മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് കേരള AI മിഷൻ, ദെൻ സെമികോൺ കേരള, എമർജിംഗ് ടെക്നോളജീസ് മിഷൻ, ഫ്യൂച്ചർ കോർപ്പറേഷൻ, ഇങ്ങനെ 4 പുതിയ മിഷൻ മോഡ് പരിപാടികൾ ആരംഭിക്കും. അപ്പോൾ പുതുതായിട്ട് 4 മിഷൻ മോഡ് പരിപാടികൾ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചു. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന്
കേരള എ മിഷൻ, ദെൻ സെമികോൺ കേരള, അതുപോലെ എമർജിംഗ് ടെക്നോളജീസ് മിഷൻ, ദെൻ എന്താണ് ഫ്യൂച്ചർ കോർപ്പറേഷൻ. ഇങ്ങനെ 4 എന്താണ് പുതിയ പരിപാടികൾ, എന്ത് പരിപാടികളാ, മിഷൻ മോഡ് പരിപാടികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചോ. ദെൻ പുതിയ IT നയം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ IT നയം പ്രഖ്യാപിക്കാനായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ IT സാങ്കേതിക വിദ്യകളുടെ സുരക്ഷിതവും ധാർമ്മികവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനായിട്ട് സേഫ് ടെക് എന്ന് പറയുന്ന പേരിൽ ഒരു പുതിയ പദ്ധതി ആരംഭിക്കും. അപ്പോൾ സേഫ് ടെക് എന്ന് പറയുന്ന പദ്ധതി പുതുതായിട്ട് ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. സ്റ്റാർ ചെയ്ത് വെക്കാം, ഇതും സ്റ്റാർ ചെയ്ത് വെക്കാം. അപ്പോൾ സേഫ് ടെക് എന്ന് പറയുന്ന പദ്ധതി ഒരു പുതിയ പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? IT സാങ്കേതിക വിദ്യകളുടെ സുരക്ഷിതവും ധാർമ്മികവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. നമുക്കറിയാം IT എന്ന് പറയുന്നെങ്കിലും അത്രത്തോളം സേഫ് ആൻഡ് സെക്യൂർ അല്ല അല്ലെ. അപ്പൊ അതിന്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന ഉപയോഗങ്ങളും ദുരുപയോഗങ്ങളും കൂടുതലാണ്. അപ്പൊ അത്തരത്തിൽ IT സാങ്കേതിക വിദ്യകളുടെ സുരക്ഷിതവും ധാർമ്മികവുമായിട്ടുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനായിട്ട് സേഫ് ടെക് എന്ന് പറയുന്ന പേരിൽ ഒരു പുതിയ പദ്ധതി ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയിലെ കൾച്ചർ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻക്യുബേറ്റർ സ്ഥാപിക്കും. അപ്പൊ ഇതാണ് കൊച്ചിയിലെ കൾച്ചർ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻക്യുബേറ്റർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൾച്ചർ ക്രിയേറ്റിവിറ്റി മേഖലയിലെ സംരംഭങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും ഒക്കെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കൾച്ചർ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻക്യുബേറ്റർ എന്ത് സ്ഥാപിക്കുന്നത്. സോ സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിച്ച കൾച്ചർ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻക്യുബേറ്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, കൊച്ചിയിലാണ്. സോ അതുകൂടെ നോട്ട് ചെയ്തേക്കാം. ദെൻ കൊട്ടാരക്കരയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർക്ക് നിയർ ഹോം പദ്ധതി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കൊട്ടാരക്കരയിലാണ്. അപ്പൊ അതേ കൊട്ടാരക്കരയിൽ തന്നെ ഒരു ഡ്രോൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പാർക്ക് സ്ഥാപിക്കാനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, തീരുമാനമായിരിക്കുന്നു. ഇപ്പോൾ കൊട്ടാരക്കരയില് ഒരു ഡ്രോൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പാർക്ക് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനം. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ തുറമുഖവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അഴീക്കൽ ഒരു ഗ്രീൻ ഫീൽഡ് പോർട്ട് അഥവാ എന്താണ് മലബാർ അന്താരാഷ്ട്ര തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അപ്പൊ അഴീക്കൽ തുറമുഖം അഥവാ മലബാർ അന്താരാഷ്ട്ര തുറമുഖം വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നത് ഈ ബജറ്റിലെ മറ്റൊരു പരാമർശം. അതുപോലെ തന്നെ ഒരു തുരങ്കപാതയെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഓൾറെഡി തന്നെ നമ്മുടെ വയനാട് ആരംഭിക്കുന്ന ഒരു തുരങ്കത്തെ പറ്റി കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പൊ മറ്റൊരു തുരങ്കത്തിന്റെ പഠനം വിലയിരുത്താൻ, അതായത് ആ ഒരു തുരങ്ക പാതയുടെ സാധ്യതാ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു തുക വകയിരുത്തിയിട്ടുണ്ട്. അപ്പോ കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിന് തുക വകയിരുത്തി. ഇപ്പോൾ ജസ്റ്റ് അതിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കണമല്ലോ. കാരണം ഈ പറയുന്ന കട്ടപ്പന തേനി എന്നൊക്കെ പറയുന്നത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. സോ അവിടെ അത്തരത്തിലൊരു പാത വരുന്ന സമയത്ത് അത് പരിസ്ഥിതിയെ എത്രത്തോളം എഫക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിക്കണം, വിശദമായിട്ട് പഠിക്കണം. സോ അത്തരത്തിൽ കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിന് വേണ്ടിയിട്ട് തുക എന്ത് ചെയ്തിട്ടുണ്ട്, വകയിരുത്തിയിട്ടുണ്ട്. ദെൻ കണ്ണൂരിലെ ധർമ്മടത്തിന് ചുറ്റും. സോ കണ്ണൂരിലെ ധർമ്മടം എന്ന് പറയുമ്പോൾ ഇതൊരു കോൺസ്റ്റിറ്റ്യുവൻസി ആണല്ലേ, ഒരു നിയമസഭാ മണ്ഡലമാണല്ലേ. ഈ മണ്ഡലത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് ധർമ്മടം മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണ്. സോ കണ്ണൂരിലെ ധർമ്മടത്തിന് ചുറ്റും ഒരു സംയോജിത ബ്ലൂ ഗ്രീൻ ഇന്റഗ്രേറ്റഡ് ടൂറിസം സർക്യൂട്ട് സ്ഥാപിക്കും. അപ്പൊ ഇതാണ് കണ്ണൂരിലെ ധർമ്മടത്തിന് ചുറ്റും ഒരു സംയോജിത ബ്ലൂ ഗ്രീൻ ഇന്റഗ്രേറ്റഡ് ടൂറിസം സർക്യൂട്ട് സ്ഥാപിക്കും. അതുപോലെ തന്നെ കോട്ടയം ചെറിയ പള്ളിയെ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ എന്ത് ചെയ്തു, ഉൾപ്പെടുത്തി. ഇപ്പോ കോട്ടയം ചെറിയ പള്ളിയെ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കോട്ടയം ചെറിയ പള്ളി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒരു പള്ളിയാണെന്ന് പറയുന്നത് കോട്ടയം ചെറിയ പള്ളി എന്ന് പറയുന്നത്. സോ അതിന് എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ പറയുന്ന ടൂറിസം പദ്ധതിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സോ അത് കാര്യമായിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് 1579 ഈ ഒരു പള്ളി, ഈ ഒരു ചെറിയ പള്ളി എന്ത് ചെയ്തത്, സ്ഥാപിതമായി എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. സോ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നാണ്. അപ്പോൾ അത് എന്ത് ചെയ്തിരിക്കുന്നു, തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ദെൻ മങ്ങാട്ടുപാറയിൽ സോഫ്റ്റ് അഡ്വഞ്ചർ ടൂറിസം. എന്താണ് മങ്ങാട്ടുപാറയിൽ സോഫ്റ്റ് അഡ്വഞ്ചർ ടൂറിസം? ഈ മങ്ങാട്ടുപാറ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ പറയുന്ന മങ്ങാട്ടുപാറ എന്ന് പറയുന്നത്. അതായത് ഉടമലക്കൽ പഞ്ചായത്താണ്. അപ്പോൾ മങ്ങാട്ടുപാറയിൽ എന്ത് ചെയ്തിരിക്കുന്നു, സോഫ്റ്റ് അഡ്വഞ്ചർ ടൂറിസം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് നോക്കി വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചോളുക. കാരണം അഡ്വഞ്ചർ ടൂറിസം അക്കാഡമി, അഡ്വഞ്ചർ ടൂറിസം പാർക്ക് നമ്മുടെ എവിടെയാണ്, ശാസ്താംപാറയിൽ സ്ഥാപിതമായത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ അത്തരത്തിൽ വേണമെങ്കിലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. 2026-27 കേരള ബജറ്റിൽ എന്താണ് സോഫ്റ്റ് അഡ്വഞ്ചർ ടൂറിസം പ്രഖ്യാപിച്ചത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, മങ്ങാട്ടുപാറ, തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തത് സർക്കാർ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് പൊതു ഹോസ്റ്റൽ പദ്ധതി ആരംഭിക്കും. ഇപ്പോൾ പൊതുവായിട്ട് നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന സമയത്ത് കുട്ടികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് പറയുന്നത് ഒരു ഹോസ്റ്റലിന്റെ പ്രശ്നം അല്ലേ. സോ അത്തരത്തിൽ എന്ത് ചെയ്യുന്നു, ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്കും ഉന്നത വിദ്യാഭ്യാസം കിട്ടാതെ പോകരുത് എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാർ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് പൊതു ഹോസ്റ്റൽ പദ്ധതി എന്ത് ചെയ്യും, ആരംഭിക്കും എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നോക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ 3
3 ജില്ലകളിലായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഒന്ന് തൃശ്ശൂരാണ് കേട്ടോ, ഒന്ന് തൃശ്ശൂരാണ്. ദെൻ അതുപോലെ തന്നെ കോഴിക്കോട്, ദെൻ തൃശ്ശൂര്, കോഴിക്കോട്, ദെൻ എറണാകുളം. അപ്പോൾ തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം ഈ 3 ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്, ഇത് സ്ഥാപിതമാകാനായിട്ട് പോകുന്നത്. ഇനി അതുപോലെ തന്നെ പെരളശ്ശേരി സാംസ്കാരിക ഇടനാഴി, അതായത് നമ്മുടെ തിരുവനന്തപുരത്തെ മാനവീയ വീതിയുടെ അതേ മാതൃകയിൽ ആരംഭിക്കുന്നതാണ് ഈ പറയുന്ന പെരളശ്ശേരി സാംസ്കാരിക ഇടനാഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയും പോലെ ഫോക്ലോർ കലാരൂപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പൺ സ്റ്റേജുകൾ ഉണ്ടാവും, ദെൻ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റുകൾ ഉണ്ടാവും, ദെൻ അതുപോലെ തന്നെ ലിറ്റററി കോർണറുകൾ ഉണ്ടാവും. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പറയുന്ന പെരളശ്ശേരി സാംസ്കാരിക ഇടനാഴി ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ MT മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു ബജറ്റിൽ പരാമർശിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ഈ പറയുന്ന MT മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രം. അതായത് 2024 ഡിസംബർ 25-നാണ് നമ്മുടെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സാഹിത്യകാരനായ MT വാസുദേവൻ നായർ അന്തരിക്കുന്നത്. സോ അതിനുശേഷം വന്ന ബജറ്റിൽ 25-26 കേന്ദ്ര നമ്മുടെ കേരള ബജറ്റിൽ ഈ പറയുന്ന MT മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രം തിരൂര് സ്ഥാപിക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ബജറ്റിൽ ഈ പ്രഖ്യാപിച്ച MT മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രത്തിന് എന്ത് ചെയ്തിരിക്കുന്നു, അതിന്റെ തുടക്കത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നുകൂടെ ചർച്ച ചെയ്തു. ദെൻ സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ പിണറായിയിൽ എന്ത് ചെയ്യുന്നു, ഒരു സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ സ്ഥാപിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കലാരൂപങ്ങൾക്കും കലാകാരന്മാർക്കുമുള്ള പ്രോത്സാഹനമായിട്ടാണ് ഈ ഒരു സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ എന്ത് ചെയ്യുന്നത്, പിണറായിയിൽ സ്ഥാപിതമാവുന്നത്. ഇനി അതുപോലെ തന്നെ കണ്ണൂരിലെ തളിപ്പറമ്പിൽ മൃഗശാല സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനായിട്ട് തുക എന്ത് ചെയ്തിട്ടുണ്ട്, വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയ്യങ്കാളി പഠന കേന്ദ്രം. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരുപാട് നവോത്ഥാന നായകന്മാർ, ഓൾറെഡി തന്നെ നമ്മൾ 2 പേരെ കാര്യം പറഞ്ഞു. ഇപ്പൊ വീണ്ടും മറ്റൊരു നവോത്ഥാന നായകൻ, അതായത് അയ്യങ്കാളിക്ക് വേണ്ടിയിട്ട്, അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് വേണ്ടിയിട്ട് 1.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കാരണം ഈ അയ്യങ്കാളി നമ്മൾ അങ്ങനെ പഠിക്കാതെ പോകുന്ന കാര്യമല്ല. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അയ്യങ്കാളിയുടെ അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് വേണ്ടിയിട്ട് 1.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ദെൻ ഏറ്റവും പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ട മറ്റൊന്ന്, സ്റ്റാർ ഇട്ട് വെക്കേണ്ട കാര്യം, ഈ ഒരു ബജറ്റിൽ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ചില ആൾക്കാരെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് ഇസ്ലാമിക പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. അപ്പൊ ആരാണ് ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ? അപ്പോ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രധാനപ്പെട്ട 2 രചനകളിൽ ഒന്ന് ഫത്ഹുൽ മുഈൻ, ഇതാണ് ഫത്ഹുൽ മുഈൻ. ദെൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഇതാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അതുപോലെ തന്നെ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട രചനകൾ. ഇതിന്റെ 2ന്റെ രചയിതാവാണ് ഈ പറയുന്ന ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ പൊന്നാനിയിൽ ഒരു ചരിത്ര ഗവേഷണ സെന്റർ സ്ഥാപിക്കും. അപ്പൊ പൊന്നാനിയിൽ എന്താണ്, ആരുടെ പേരിലാണ് ഒരു ചരിത്ര ഗവേഷണ സെന്റർ സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ പേരിലാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 രചനകൾ ഞാൻ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഫത്ഹുൽ മുഈനും ദെൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന 2 രചനകളാണ്. അപ്പൊ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ നാടകഗൃഹം എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാടകഗൃഹം കേട്ടോ, നാടകഗൃഹമേ. അപ്പൊ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യണം. അപ്പൊ ഈ നാടകഗൃഹം എന്ന് പറയുന്നത് നാടക ഇതിഹാസങ്ങളെ ആദരിക്കാനായിട്ട് നാടക തിയേറ്ററുകൾ നിർമ്മിക്കാൻ, സ്ഥിരം നാടക തിയേറ്ററുകൾ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന നാടകഗൃഹം. അപ്പൊ അതിന്റെ ആദ്യഘട്ടമായിട്ട് കായംകുളത്ത് തോപ്പിൽ ഫാസി, ദെൻ തൃശ്ശൂരിലെ PJ ആന്റണി, ദെൻ കണ്ണൂരിൽ KT മുഹമ്മദ്. അപ്പൊ ഈ 3 നാടക ഇതിഹാസങ്ങളെ ആദരിക്കാനായിട്ടാണ് ആദ്യഘട്ടത്തില് സ്ഥിരം നാടക തിയേറ്ററുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. അപ്പൊ ആ പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്, നാടകഗൃഹം. എന്താണ് നാടകഗൃഹം എന്ന് പറയുന്നത്? സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ നാടകഗൃഹം എന്ന് പറയുന്നത് നാടക തിയേറ്ററുകൾ സ്ഥാപിക്കാൻ ഇപ്പോൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? കായംകുളത്ത് തോപ്പിൽ ഫാസിയും, ദെൻ തൃശ്ശൂരിലെ PJ ആന്റണിയും, ദെൻ കണ്ണൂരിലെ KT മുഹമ്മദും. ഇനി അടുത്തത് കണ്ണൂരിലെ ഇന്റഗ്രേറ്റഡ് ഇന്റർനാഷണൽ സ്പോർട്സ്. അപ്പോൾ നമ്മുടെ സ്പോർട്സ് മേഖല കുറച്ചും കൂടി ഡെവലപ്പ് ആവേണ്ടതിന്റെ ആവശ്യകത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കണ്ണൂരിൽ ഇന്റഗ്രേറ്റഡ് ഇന്റർനാഷണൽ സ്പോർട്സ് ഹബ് വരികയാണ്. അപ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ, ബാക്കി കായിക സൗകര്യങ്ങൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഈ കണ്ണൂരിലെ ഇന്റഗ്രേറ്റഡ് ഇന്റർനാഷണൽ സ്പോർട്സ് ഹബ് വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഡയാലിസിസ് സൗകര്യമില്ലാത്ത എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, നോട്ട് ചെയ്ത് വെക്കേണ്ട മറ്റൊരു പ്രത്യേകത. ഒന്ന് സ്റ്റാർ ചെയ്ത് തന്നെ വെച്ചോടാ. അതായത് ഡയാലിസിസ് സൗകര്യം ഇല്ലാത്ത എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കും. സോ ഇത് പ്രാവർത്തികമാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യയിൽ തന്നെ താലൂക്ക് തലം വരെയുള്ള എല്ലാ ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റ് ഉള്ള ഏക സംസ്ഥാനം എന്ന് പറയുന്നത് ഏതായിരിക്കും? അല്ലെങ്കിൽ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമായിരിക്കും. സോ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഡയാലിസിസ് സൗകര്യം ഇല്ലാത്ത എല്ലാ താലൂക്ക് ആശുപത്രികളിലും എന്ത് സ്ഥാപിക്കും? ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ എന്ത് നേട്ടമാണ് സ്വന്തമാക്കാനായിട്ട് പോകുന്നത്? അതായത് താലൂക്ക് തലം വരെയുള്ള എല്ലാ ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റ് ഉള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്ന നേട്ടം കേരളം സ്വന്തമാക്കും. അതുകൂടി നോട്ട് ചെയ്യുക. മേ ബി ഇത് ആ സമയത്തല്ല, അതിനു മുമ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, BSc ചോദിക്കാം. അടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്യും? സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കും.
അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പദ്ധതിയാണ് അൻപ് വീട് എന്ന് പറയുന്ന പദ്ധതി. അതായത് ബ്ലോക്ക് തലത്തിൽ എന്ത് ചെയ്യുക, കെയർ ഹോമുകൾ സ്ഥാപിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ ബ്ലോക്ക് തലത്തിൽ എന്ത് ചെയ്യുന്നു, കെയർ ഹോമുകൾ സ്ഥാപിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമുക്കറിയാലോ ഈ ഭൗതികമായിട്ടൊക്കെ പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഭൗതിക വൈകല്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, സോ അവർക്ക് അവരുടെ പ്രാദേശിക തലങ്ങളിൽ തന്നെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി അൻപ് വീട് എന്ന് പറയുന്ന പദ്ധതി, അതായത് ബ്ലോക്ക് തലത്തിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്, ആശ്വാസ കിരണം പദ്ധതി ഓൾറെഡി എല്ലാവർക്കും അറിയാം അല്ലേ, കിടപ്പ് രോഗികളെ വീട്ടിൽ വന്ന് ചികിത്സിക്കുന്നതാണ്. കിടപ്പ് രോഗികള്, ഭൗതികമായിട്ട് പിന്നിലുള്ളവര്, അതുപോലെ തന്നെ ക്യാൻസർ രോഗികള്, അപ്പൊ ഇവരെയൊക്കെ വീട്ടിൽ വന്ന് എന്ത് ചെയ്യുന്നു, ഇവർ വീട്ടിൽ വന്ന് പരിചരണം നടത്തുന്നവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിമാസം ഒരു തുക നൽകുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇതിനു മുൻപ് നൽകിക്കൊണ്ടിരുന്ന ധനസഹായം എന്ന് പറയുന്നത് 600 രൂപയാണ്. അപ്പൊ ആ ധനസഹായം എത്ര രൂപയാക്കി, 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പൊ ഇത്രയാണ് ആശ്വാസ കിരണം പദ്ധതിയുടെ ധനസഹായം, 600-ൽ നിന്ന് 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഓൾറെഡി തന്നെ നിങ്ങളൊക്കെ ആശ്വാസ കിരണം പദ്ധതിയൊക്കെ പഠിച്ചു വെച്ച ആൾക്കാരായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾക്കത് അപ്ഡേഷൻ ആണ്, ഒരു കറണ്ട് അഫയേഴ്സ് ലെവലിൽ നിങ്ങൾ അത് അപ്ഡേഷൻ പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കുക. 600 രൂപയിൽ നിന്നും എത്രയാക്കി ഉയർത്തിയിരിക്കുന്നു, 1000 രൂപയായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതായത് KBIS പട്ടികജാതി സംരംഭകത്വ വികസന മിഷൻ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി. അതായത് പട്ടികജാതി വിഭാഗത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അതായത് ആ ആൾക്കാർക്കിടയിലെ ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ സംരംഭകത്വം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി KBIS പട്ടികജാതി സംരംഭകത്വ വികസന മിഷൻ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി നടപ്പാക്കും. ഇനി അതുപോലെ തന്നെ വീണ്ടും പട്ടികജാതി ക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അതായത് വനിതാ സമൃദ്ധി സ്ത്രീ ശാക്തീകരണ പരിപാടി എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗത്തിലെ സ്ത്രീകളെ എന്ത് ചെയ്യുക, സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കുക. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന വനിതാ സമൃദ്ധി സ്ത്രീ ശാക്തീകരണ പരിപാടി എന്ത് ചെയ്തിരിക്കുന്നത്, ആരംഭിക്കാൻ പോകുന്നത്. ദെൻ ഈ ഒരു പദ്ധതി കുടുംബശ്രീ മിഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ആയിരിക്കും നടപ്പാക്കുക. സോ കുടുംബശ്രീയുമായിട്ട് സഹകരിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന വനിതാ സമൃദ്ധി സ്ത്രീ ശാക്തീകരണ പരിപാടി എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗത്തിലെ സ്ത്രീകളെ എന്ത് ചെയ്യുക, സാമ്പത്തികമായി ശാക്തീകരിക്കുക. സോ സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വനിതാ സമൃദ്ധി സ്ത്രീ ശാക്തീകരണ പരിപാടിയുടെ പ്രയോജനം ലഭ്യമാകുന്നത് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കാണ് അല്ലെങ്കിൽ ആർക്കാണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം എന്താണ്, പട്ടികജാതി വിഭാഗത്തിലെ സ്ത്രീകൾക്കാണെന്ന് എഴുതാൻ പറ്റണം. കാരണം ഇതിനു മുൻപ് ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ധനകാര്യ ഭരണ സംവിധാനം കൂടുതൽ ശക്തമാക്കാനായിട്ട് കൊച്ചിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻസ് ടവർ സ്ഥാപിക്കുന്നുണ്ട്. സോ സപ്പോസ് ക്വസ്റ്റ്യൻ എന്താ, ധനകാര്യ ഭരണ സംവിധാനം കൂടുതൽ ശക്തമാക്കാനായിട്ടുള്ള ഫിനാൻസ് ടവർ സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണടാ, കൊച്ചിയിലാണ്. ഇനി സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. സോ ഒരു 3 മാസത്തിനകം ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു, 3 മാസത്തിനകം എന്ത് ചെയ്യണം, റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ സർക്കാർ ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം എന്ത് ചെയ്തിട്ടുണ്ട്, പുനഃസ്ഥാപിച്ചു കേട്ടോ. അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അശ്വേഡ് പെൻഷൻ പദ്ധതി, ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അശ്വേഡ് പെൻഷൻ പദ്ധതി കേട്ടോ. അപ്പോൾ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായിട്ട് അശ്വേഡ് പെൻഷൻ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നിലവിലുള്ള സ്കീമിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അശ്വേഡിലോ പെൻഷൻ പദ്ധതിയിലോട്ട് മാറാം. അപ്പോൾ ഏത് വേണമെന്ന് വെച്ചാൽ അവർക്ക് ഓപ്ഷണൽ ആണ്, ചൂസ് ചെയ്യാം. ദെൻ അശ്വേഡ് പെൻഷൻ പദ്ധതി പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്താണ് ശമ്പളത്തിന്റെ പകുതിയെങ്കിലും 50% എന്ത് ചെയ്യും, പെൻഷനായിട്ട് കൊടുക്കാൻ ലഭ്യമാക്കും എന്നുള്ളതാണ് ഈ പറയുന്ന അശ്വേഡ് പെൻഷൻ പദ്ധതി പറയുന്നത്. സോ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അശ്വേഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് VS സെന്റർ സ്ഥാപിക്കും. സോ ഈ ഒരു ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് പല വിദഗ്ധരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, VS അച്യുതാനന്ദനുള്ള ആദരസൂചകമായിട്ട് ഒരു സ്മാരകം നിലവിൽ വരും. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുന്നു, VS സെന്റർ സ്ഥാപിക്കാനായിട്ട് പോവുകയാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ്. സോ നമ്മൾ ഒരിക്കലും VS സെന്റർ സ്ഥാപിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ആൻസർ ഒരിക്കലും ഈ പറയുന്ന ആലപ്പുഴയിലോട്ടൊന്നും പോകരുത്. എവിടെയാണ്, ട്രിവാൻഡ്രത്താണ് സ്ഥാപിക്കാനായിട്ട് പോകുന്നത്. ഇതേ VS അച്യുതാനന്ദൻ തന്നെ 2026 എന്ത് ചെയ്തിട്ടുണ്ട്, മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ കിട്ടിയ കാര്യം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ് അല്ലേ. അതുപോലെ തന്നെ കേരളത്തിന്റെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു, കേരളത്തിന്റെ ഏറ്റവും പ്രായം കൂടിയ പ്രതിപക്ഷ നേതാവായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരളം 50-ാം വാർഷികം, കേരള പിറവിയുടെ 50-ാം വാർഷിക സമയത്തെ കേരള മുഖ്യമന്ത്രി, ഇതൊക്കെ ആരാണ്, VS അച്യുതാനന്ദനാണ്. സോ അത്തരത്തിലുള്ള VS അച്യുതാനന്ദനോടുള്ള ആദര സൂചകമായിട്ട് തിരുവനന്തപുരത്ത് എന്ത് ചെയ്യുന്നു, VS സെന്റർ സ്ഥാപിക്കും. ഇനി അതുപോലെ തന്നെ നമ്മുടെ നികുതിദായകർ, നമ്മുടെ ടാക്സ് പേയേഴ്സ്, അപ്പൊ അവരെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുരസ്കാരം നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സോ അത് നൽകുന്ന മുറയ്ക്ക് നമ്മളത് ചർച്ച ചെയ്യും. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുൻ ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായിട്ട് ഒരു ക്ഷേമനിധി രൂപീകരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുൻപുണ്ടായിരുന്ന ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായിട്ട് ഒരു ക്ഷേമനിധി രൂപീകരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തു നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന റെയർ എർത്ത് കോറിഡോർ ഇവിടെ
ചവറയിൽ സ്ഥാപിക്കും. സോ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന റെയർ എർത്ത് കോറിഡോർ എവിടെ സ്ഥാപിതമാവും? ചവറയിൽ സ്ഥാപിതമാവും. സോ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ 2026-27 കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളും മറ്റുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. സാമ്പത്തികപരമായിട്ടുള്ള ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ബജറ്റിൽ തന്നെ ഓൾറെഡി പരാമർശിച്ചിട്ടുള്ള നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ചില പദ്ധതികളുടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ബജറ്റിൽ പരാമർശിച്ചിട്ടുണ്ട്. കാരണം ആ പദ്ധതി വീണ്ടും നീട്ടുന്നതായിട്ട്, അല്ലെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടി ഇത്ര രൂപ വകയിരുത്തിയതായിട്ട്, അല്ലെങ്കിൽ ആ പദ്ധതിയുടെ നേട്ടം എണ്ണി പറഞ്ഞ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ബജറ്റിൽ പരാമർശിച്ചിട്ടുണ്ട്. സോ അത്തരം കാര്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.